ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. എൻ്റെ പേര് ഷാഹിന, സ്ഥലം വയനാടാണ്. എൻ്റേത് തികച്ചും ഓൺലൈനായിട്ട് മാത്രം പോകുന്ന ഒരു ഓൺലൈൻ നഴ്സറിയാണ്. നമ്മൾ DTDCയും പ്രൊഫഷണലും കൊറിയർ സർവീസ് വഴി മാത്രമാണ് നമ്മൾ കൊറിയർസൊക്കെ സെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും കോമ്പോസാണ്, കൂടുതലായിട്ടെന്നല്ല എല്ലാ പ്ലാന്റ്സും കോമ്പോസ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെയോ അല്ലെങ്കിൽ കോമ്പോസിൻ്റെയോ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കോംബോയിൽ ഇട്ടിരിക്കുന്ന എമൗണ്ട് കോംബോയിൽ ഇട്ടിരിക്കുന്ന ഓരോ എമൗണ്ടും ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നവർ ആരായാലും DTDCയും പ്രൊഫഷണലും കൊറിയേഴ്സ് വഴി മാത്രമാണ് നമ്മൾ ഇതുവരെ കൊറിയേഴ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലൊരു തിരുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അയച്ചിരുന്നത് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും ഒരൊറ്റ കൊറിയർ ചാർജസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കൊച്ചിയിൽ ഈ വോളിമെട്രിക്സ് എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട് മുതലേ നമ്മൾ ഈ അയക്കുന്ന ഓരോ കൊറിയേഴ്സിനും. ഇപ്പോൾ കൊച്ചി മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ അയക്കുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും മിഷനറീസാണ് അതിൻ്റെ വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 1 kg ഒരു പ്ലാന്റാണ് അയക്കുന്നതെങ്കിലും അതിൻ്റെ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് 2 kg 3 kg മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഞാനൊരു മുന്നറിയിപ്പ് പോലെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊറിയർ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെയിറ്റ് എടുത്ത് ഓരോ കസ്റ്റമേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് 2 kg വരുന്നുണ്ട്, ഇതിലേക്ക് വേറെ പ്ലാൻസ് എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇനി മുതൽ നമ്മളങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും കൊറിയർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വോളിമെട്രിക്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് അയക്കുന്ന ദിവസം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കൊറിയേഴ്സ് സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ്, നമ്മളെ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഇതേപോലെ പ്ലാൻസ് കൊറിയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരോടും കൊറിയർ നമ്മളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നവരോട് നമ്മളൊരു 10 days ഗ്യാപ്പ് ചോദിക്കാറുണ്ട്. പലപ്പോഴും 10 days എടുക്കാറില്ല, 1 or 2 days ഉള്ളിൽ നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. ഇനി അങ്ങനെയും എന്തെങ്കിലും ഇമ്പോർട്ടൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ 10 days ഗ്യാപ്പ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യാനുള്ള സമയത്ത് നിങ്ങളത് എന്താ പറയുക, ആദ്യം പർച്ചേസ് ചെയ്തവരുത് ആദ്യം സെൻഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ ഇത്രയും കാലവും നമ്മൾ കൊറിയേഴ്സ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മുൻപോട്ടും അങ്ങനെ തന്നെയായിരിക്കും. വിത്തിൻ 10 days എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഇവിടുന്ന് അയക്കാൻ എടുക്കുന്ന ടൈമാണ് പറയുന്നത്. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കേരള എവിടെയാണെങ്കിലും നിങ്ങൾക്ക് 2 days ഉള്ളിൽ കിട്ടും. 2 or maximum 3 days ഉള്ളിൽ കിട്ടും. പിന്നെ തമിഴ്നാട്, കർണാടക, മുംബൈ അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വ്യത്യാസങ്ങൾ വരും. 6 to 7 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നോക്കിയിട്ടൊന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മൾ ഈ പ്ലാൻസിന് അയക്കുന്ന മെത്തേഡ് എല്ലാവരും പുതിയതായിട്ട് നമ്മളെ പുതിയ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പ്ലാൻസിനെ എങ്ങനെയാണ് അയക്കുന്നത്? നമ്മളടുത്തുള്ള ജിഫി പ്ലാൻസ് ആണെങ്കിൽ ജിഫി പ്ലാൻസിനെ എക്സ്ട്രാ ഒരു കവർ ചെയ്ത് അതിനെ ഒരു സെല്ലോ ടൈപ്പ് വെച്ച് റോൾ ചെയ്ത് ന്യൂസ് പേപ്പറിൽ സെപ്പറേറ്റ് റോൾ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നത്. ഈ റോൾ ചെയ്യുന്ന മെത്തേഡ് എന്തിനാന്ന് വെച്ചാൽ നമുക്കതിൻ്റെ വോളിമെട്രിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ചൂസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് കുറയാൻ വേണ്ടിയിട്ടാണ് റോൾ ചെയ്തിട്ട് അയക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ബോക്സ് ചെയ്തിട്ട് അയക്കാമായിരുന്നു. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ജിഫി ബാഗ്സിലുള്ളത് ഇങ്ങനെയാണ് അയക്കുന്നത്. ഇനി ചിലർ ചോദിക്കാറുണ്ട്, നമുക്ക് മണ്ണ് ഒട്ടും ഒഴിവാക്കണ്ട, മണ്ണോട് കൂടി തന്നെ അയക്കാമോ എന്ന്. ഐ ഹാവ് നോ ഇഷ്യൂസ്, ഞാൻ റെഡിയാണ് മണ്ണോട് കൂടി അയക്കാൻ. പക്ഷേ ഞാനതിൽ മെൻഷൻ ചെയ്ത് വെയിറ്റ് കാണിക്കുന്നുണ്ട്. ഒരു 3 പ്ലാന്റിന് 40 rupees വരുന്ന 3 പ്ലാന്റ് മാത്രം നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുമ്പോൾ 1 kg എബോ വരുന്നുണ്ട്, 2 kg. അപ്പോൾ പ്ലാന്റിനെ കാട്ടി ഇരട്ടി പൈസ വരുന്നുണ്ട് കൊറിയർ ചാർജസിന്. അപ്പോൾ ഇത്രയും റേറ്റ് കുറവിൽ പ്ലാന്റ്സ് കിട്ടിയിട്ട് എന്താ പറയുക, കൊറിയർ ചാർജ് കൂടുതൽ കൊടുത്തിട്ട് വാങ്ങാൻ ആരും തയ്യാറാവില്ല അല്ലേ? അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടാണ്. പ്ലാൻസിന് ഇത്രയും റേറ്റേ വരുന്നുള്ളൂ, കൊറിയർ ചാർജസ് ഇത്രയും കൂടുതൽ വരുന്നുണ്ടല്ലോ എന്നൊരു വിഷമം നമുക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
ആ പ്ലാന്റിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മണ്ണ് അതിൽ വെച്ച് ബാലൻസ് മണ്ണ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അയക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് കവർ ചെയ്തിട്ട് അതിനാവശ്യമുള്ള മണ്ണ് മാത്രം വെച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ നമ്മളതിൻ്റെ മണ്ണൊട്ടും കളയാറില്ല. അവരോട് പ്രത്യേകം എടുത്ത് പറയാറുണ്ട്, ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആണ്, നമുക്ക് മണ്ണ് ഒരുപാട് റിമൂവ് ചെയ്തിട്ട് അയക്കാൻ പറ്റില്ല എന്ന റീസൺ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതേപോലെ നമ്മൾ ആ പ്ലാന്റിൻ്റെ റൂട്ട്സിൽ നിന്ന്, അതായത് ആ പ്ലാന്റ് നട്ട് വെച്ച കവറിൽ നിന്ന് അതിൻ്റെ മണ്ണ് മേലെന്നും കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ട് അയക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ വാങ്ങുന്ന എല്ലാ പ്ലാന്റ്സിനെയും, ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പ്ലാന്റിനെയും നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഉടനെ വളങ്ങളില്ലാത്ത മണ്ണിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരായിരിക്കണം. നമ്മളതിനെ ഒരുപാട് ചാണകപ്പൊടിയൊക്കെ കൊടുത്ത് അതിൻ്റെ റൂട്ട്സ് ഫുള്ള് ചീഞ്ഞ് ഭയങ്കര, കിട്ടിയപ്പോഴൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരുന്ന ചെടികൾ പിന്നീട് നാശമായി പോയ കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. വളങ്ങൾ ഇപ്പം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി റൂട്ട് വന്ന പ്ലാന്റ് അല്ലേ, അതിനെ നട്ടിട്ട് അതവിടെ വളരട്ടെ, നല്ലൊരു കൂളിംഗ് ഉള്ളൊരു ഏരിയയിൽ വെക്കൂ, എന്നിട്ട് മാത്രം. പിന്നെ ഇപ്പോൾ ഞാൻ ഈ പ്ലാന്റിന് തൊട്ട് മുന്നേ കാണിച്ചത് മെഡഗാസ്കർ ജാസ്മിനാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു മെഡഗാസ്കർ ജാസ്മിന്. നമ്മളോട് ഇതുപോലെ 2-3 ഇലയുള്ള പ്ലാന്റ് ആണുള്ളത്, അതുകൊണ്ടാണ് അയക്കാൻ പറ്റാത്തത്, അപ്പോൾ അതൊന്ന് ഹെൽത്തി ആയി വന്നാൽ അയക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ വേണമെന്നുള്ളവർ ചോദിച്ചാൽ മതി, അങ്ങനെ അയച്ചു തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം.